ഒരു ചന്ദ്രകാന്തം നമ്മളുടെയൊക്കെ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ ആ ഒരു കുത്തിത്തുളയ്ക്കുന്ന രീതിയിലുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ പിങ്കി ഇന്ത്യവരത്തിൽ നിന്നും പുറത്താക്കിയായിരുന്നല്ലോ. അപ്പൊ പിങ്കി സ്വന്തം വീട്ടിലാട്ടോ. അപ്പൊ അവിടെ നമ്മുടെ അർജുന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പിങ്കി അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ ആയിട്ട് വരുന്നതും ശേഷം ആ ഒരു ഫോട്ടോയിൽ നമ്മുടെ അർജുനെ തൊടിയിക്കുന്ന ഒരു രംഗമാട്ടോ. അത് കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ വല്യമ്മ, നമ്മുടെ അരുന്ധതി അമ്മ അറിയുന്നുണ്ട്, വല്യമ്മ അറിയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മുടെ സമനില, പിങ്കിയുടെ ഒരു സമനില ആകെപ്പാടെ തെറ്റിയിരിക്കുകയാണെന്നുള്ളൊരു. അപ്പൊ നമ്മുടെ ഇന്ത്യവരത്തിൽ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ടിരിക്കുക കേട്ടോ. അപ്പുറത്ത് നമ്മുടെ ഗൗതം നമ്മുടെ പുഷ്പനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പൊ പുഷ്പം പറയുന്നുണ്ട്, സാറിന് വേറൊരാളെ വിളിച്ചിട്ട് ചോദിച്ചാൽ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ വേറെ ആരെയുമല്ല, നമ്മുടെ രാഷ്ട്രീയക്കാരന്റെ കൂടെ ഒരു ബാലാജിയുടെയും കൂടെ ഒരാൾ നടപ്പുണ്ടല്ലോ, അയാളെ വിളിച്ചാട്ടോ നമ്മുടെ ഗൗതം പിന്നെ ഇടിച്ച് നല്ല ഇടി കൊടുത്തിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ അയാൾ തുറന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മുടെ ഗൗതം ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ആരാണ് ഇതിന് പിന്നിൽ, ശരിക്കും ആരായിരുന്നു ലക്ഷ്യം, ശരിക്കും എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ നമ്മുടെ ഗൗതം വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് നോക്കാം ഇനി എങ്ങനെയൊക്കെ നമുക്ക് കഥ വീണ്ടും അവിടെ വേറെ വല്ല ട്വിസ്റ്റും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. പിന്നീട് നമ്മുടെ പിങ്കിയുടെ അവസ്ഥയെ നമ്മളെ വളരെയേറെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാട്ടോ. അപ്പോൾ നമ്മുടെ പിങ്കി നമ്മുടെ ഇന്ത്യവരത്തിലേക്ക് തിരികെ വരണം എന്ന് തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് ആഗ്രഹം അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.